ദക്ഷിണേന്ത്യയിൽ എവിടെയെന്നെങ്കിലും, അതായത് കർണാടകത്തിൽ നിന്നോ കേരളത്തിൽ നിന്നോ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. വയനാടിന്റെ കാര്യത്തിൽ 8ാം ദിവസമാണ് ഈ പ്രതീക്ഷ ഇങ്ങനെ നീണ്ടുപോകുന്നത്. 8ാം ദിവസം ഈ സമയത്ത് വിജയൻ, അതാണ് ഏറ്റവും വലിയ കൗതുകകരം. 8ാം ദിവസവും ഈ സമയത്ത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്നതാണ്. ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് നിന്ന് മത്സരിച്ചേക്കാം എന്ന അദ്ദേഹത്തിന്റെ സൂചനകൾ അദ്ദേഹം ഒരു ഹിന്ദി മാധ്യമത്തോട് നടത്തിയ ചില അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ അദ്ദേഹം അത് സൂചിപ്പിച്ചു. അവരുടെ താല്പര്യങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കീഴടങ്ങിയേക്കാം. പക്ഷേ അപ്പോഴും ഏത് മണ്ഡലം എന്നതിനെ കുറിച്ചോ ഒരു സൂചനയും നൽകിയിട്ടില്ല. വയനാട്ടിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് ഒരു തരത്തിലും നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഒരു സൂചനയും. തന്നെയല്ല, കർണാടകയാണ് കൂടുതൽ സാധ്യത എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. തീർച്ചയായും ഇലക്ഷൻ എക്സ്പേർട്ടിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ വളരെ പെട്ടെന്ന്. ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കണമെന്ന നേതാക്കളുടെ ആവശ്യത്തെ ന്യായീകരിച്ചുകൊണ്ട് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ഇലക്ഷൻ എക്സ്പേർട്ടിലേക്ക് സ്വാഗതം. ഉചിതമായ തീരുമാനം ഉടൻ എടുക്കണമെന്നും ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതേസമയം കോൺഗ്രസിന്റെ 17ാം പട്ടികയിലും വയനാടും വടകരയും ഉൾപ്പെട്ടിട്ടില്ല. പ്രഖ്യാപനം വൈകുന്നതിൽ ആശങ്ക വേണ്ടെന്നും പ്രചാരണത്തിലൂടെ പ്രതിസന്ധി മറികടക്കാമെന്നുമാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. രാഹുൽ വരാതിരിക്കാൻ ചിലർ ഡൽഹിയിൽ നാടകം കളിക്കുന്നു എന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇതിനിടെ ആരോപിച്ചു. വയനാട് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം 7ാം ദിവസവും തുടരുന്നതിനിടെയാണ് മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാതെ ഹിന്ദി ദിനപത്രത്തിന് രാഹുൽ ഗാന്ധി അഭിമുഖം നൽകിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മത്സരിക്കാനുള്ള ആവശ്യമുണ്ടെന്നും അത് ന്യായമാണെന്നും രാഹുൽ പറഞ്ഞു. ഈ ആവശ്യം ഉയരാൻ കാരണം പ്രധാനമന്ത്രി മോദിയാണ്. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുണ്ടായിരുന്ന സ്നേഹത്തിന്റെ പാലം ഇല്ലാതായി. ദക്ഷിണേന്ത്യയിൽ BJP ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ്. അവരുടെ ഭാഷക്കും സംസ്കാരത്തിനും നേർക്ക് ഭീഷണി ഉണ്ടായിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് തന്റെ സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടിയുള്ള ആവശ്യമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. അതേസമയം എന്ന് തീരുമാനമുണ്ടാകുമെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. സഖ്യകക്ഷികളുടെ സമ്മർദ്ദം രൂക്ഷമാകുന്നതാണ് തീരുമാനം അനന്തമായി നീളുന്നത്. ശരത് പവാറിനും ശരത് യാദവിനും പിന്നാലെ DMK നേതാവ് MK സ്റ്റാലിനും വയനാട്ടിൽ മത്സരിക്കരുത് എന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ബന്ധപ്പെട്ടു. അതേസമയം രാഹുലിന്റെ വരവ് തടയാൻ ഡൽഹിയിൽ ചില പ്രസ്ഥാനങ്ങൾ അന്തർനാടകം കളിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരാൻ പാടില്ല എന്നാഗ്രഹിച്ച ചില രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അവർ ഡൽഹിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങൾ, ആ നാടകങ്ങൾ യഥാസമയം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കാമെന്ന് മാത്രം ഞാനിവിടെ പറയട്ടെ. എന്നാൽ പ്രഖ്യാപനം നീളുന്നതിൽ ആശങ്ക വേണ്ടെന്ന നിലപാടാണ് ഹൈക്കമാൻഡിന്. രാഹുൽ വന്നാലും ഇല്ലെങ്കിലും ഇപ്പോഴത്തെ പ്രതിസന്ധി പ്രചാരണത്തിലൂടെ മറികടക്കും. വടകര മണ്ഡലത്തിൽ K മുരളീധരൻ തന്നെയാണ് സ്ഥാനാർത്ഥിയെന്നും വയനാടിനൊപ്പം പ്രഖ്യാപനമുണ്ടാകുമെന്നും ഹൈക്കമാൻഡ് വൃത്തങ്ങൾ അറിയിച്ചു. And I'm very certain that it's a matter of a few hours, if not a few days, that your question will be answered as soon as we release that those constituency candidates. അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാതിരിക്കാൻ ഉയരുന്ന ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്ന വികാരം ഹൈക്കമാൻഡിലെ ഒരു വിഭാഗം നേതാക്കളിലുണ്ട്. സവാദ് മുഹമ്മദ്, 24, ഡൽഹി. മണിക്കൂറുകൾക്കകം ഈ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തും ആരും മത്സരിക്കും എന്ന കാര്യം പുറത്തു വരും എന്നൊക്കെ പറഞ്ഞിട്ടും മണിക്കൂറുകൾ ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8ാം ദിവസവും നമ്മളിങ്ങനെ നിൽക്കുകയാണ് ആരാണ് വയനാട്ടിൽ മത്സരിക്കുമെന്ന്. വയനാട്ടിൽ ഇപ്പോൾ UDF ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നതാണ് അവസ്ഥ. പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം ഏതാണ്ട് മന്ദീഭവിച്ച് നിൽക്കുന്നു എന്നതുകൂടിയാണ് അവസ്ഥ. ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി സവാദ് മുഹമ്മദ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സവാദ്, ഈ ആശയക്കുഴപ്പം ഡൽഹിയിലും തുടരുന്നുണ്ടോ? കാരണം 2 സംസ്ഥാനങ്ങളിൽ നിന്ന് ഉറച്ച ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇവിടെ മത്സരിക്കണം എന്ന കാര്യത്തിൽ. മറ്റ് പല ഘടകങ്ങളും പരിഗണിക്കുമ്പോൾ എവിടെ മത്സരിക്കണം എന്ന് തീരുമാനിക്കാൻ രാഹുൽ ഗാന്ധി ബുദ്ധിമുട്ടുന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധി തന്നെയാണ്. അദ്ദേഹം ഒരു തീരുമാനം കൃത്യമായി പറഞ്ഞിട്ടില്ല. ഇന്ന് ഹിന്ദി ദിനപത്രത്തിന് അദ്ദേഹം ഒരു അഭിമുഖം നൽകുമ്പോൾ അതിൽ അദ്ദേഹം ചില താല്പര്യം അറിയിക്കുന്നുണ്ട്. പക്ഷെ അതൊരു തിയററ്റിക്കലായിട്ടുള്ള ഒരു വിശദീകരണം മാത്രമാണ് അദ്ദേഹം നൽകുന്നത്. പക്ഷേ തിയറിക്കപ്പുറത്ത് ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് രാഹുൽ ഗാന്ധിക്ക് എത്താൻ സാധിച്ചില്ല. ഏറ്റവും ഒടുവിൽ ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന ഒരു സൂചന വയനാടിന് പുറമെ കർണാടകയിലെ ബിദാറിൽ മത്സരിക്കാനുള്ള ചില സാധ്യതകളുണ്ട്. അവിടെ കഴിഞ്ഞ തവണ BJP ആണ് ജയിച്ചത്. അതുകൊണ്ട് ഒരു സിറ്റിംഗ് സീറ്റ് അല്ലാത്ത സാഹചര്യത്തിൽ അവിടെ രാഹുൽ ഗാന്ധി നിന്നാൽ എത്രമാത്രം പ്രയോജനമുണ്ടാകും, വിജയസാധ്യത എത്രത്തോളം ഉണ്ട് തുടങ്ങിയ ഒരു അനാലിസിസ് ഹൈക്കമാൻഡ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മോട് സൂചിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വയനാടും അതുപോലെ തന്നെ കർണാടകയിലെ ഒരു മണ്ഡലവും പരിഗണനയിലുണ്ടെങ്കിലും എപ്പോൾ തീരുമാനമുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല. ഹൈക്കമാൻഡ് നേതാക്കൾ ഒരു കാര്യത്തിൽ വളരെ കൃത്യമായ ഉത്തരം ഈ ഹിന്ദി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി നൽകുന്നുണ്ട്. അമേത്തി
അമേഠിയിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും. അമേഠിയിൽ എനിക്ക് വിശ്വാസമുണ്ട്, അമേഠിയിലെ ജനങ്ങളിൽ വിശ്വാസമുണ്ട്, ഞാൻ അവിടെ തന്നെ മത്സരിക്കും, എനിക്ക് അന്ധവിശ്വാസമില്ല എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേഠി വിട്ട് എവിടേക്കെങ്കിലും യാത്ര ചെയ്യുന്നു എന്ന് ഇനി കരുതേണ്ടതില്ല അല്ലേ? തീർച്ചയായും അമേഠി വിടുക എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു ആലോചനയിൽ പോലുമില്ല. അത് ആത്മഹത്യാപരമായ ഒരു തീരുമാനമായിരിക്കുമെന്ന് കോൺഗ്രസ് കൃത്യമായും വിലയിരുത്തുന്നുണ്ട്. കാരണം അമേഠിയിൽ രാഹുൽ ഗാന്ധി മാറുന്നു എന്നതിനർത്ഥം സ്മൃതി ഇറാനിയെ ഭയന്നു പോകുന്നു എന്നുള്ളതാണ്. അത് ഒരുതരം കീഴടങ്ങലാണ്. ആ തരത്തിലേക്ക് കോൺഗ്രസ് ഒരു കാലത്തും ആലോചിക്കുന്നില്ല, രാഹുൽ ഗാന്ധിയും ആലോചിക്കുന്നില്ല. മാത്രമല്ല ഈ വയനാട് സീറ്റിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ പോലും അതുപോലും അമേഠിയെ കഴിവിടുന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുമോ, ആ തരത്തിൽ ഒരു തെറ്റായ പ്രചാരണം നടക്കുമോ എന്നൊരു ഭയം, ഒരു ആശങ്ക രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരമായി ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അമേഠി വിടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ആ അഭിമുഖത്തിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വയനാട്ടിൽ ഇനി മത്സരിച്ച് അവിടെ ജയിച്ചാൽ പോലും താൻ അമേഠിയിലെ MP ആയി തുടരും എന്ന് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിനർത്ഥം ഇനി വയനാട് മത്സരിച്ചാൽ പോലും അമേഠി കൈവിടാൻ അദ്ദേഹം ആലോചിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഞാൻ തിരിച്ചു വരാം വിജയൻ. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ, അവിടെ സഖ്യകക്ഷിയാണ് സ്റ്റാലിൻ, അവിടെ CPM സഖ്യകക്ഷിയാണ്, ആ മുന്നണിയിലുണ്ട്, CPM ഉൾപ്പെട്ടിട്ടുണ്ട് ഈ നീക്കുപോക്കുകളിലെല്ലാം. അപ്പോൾ ആ സഖ്യകക്ഷിയെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കരുതെന്ന് കൃത്യമായ ഉപദേശമാണ് സ്റ്റാലിൻ നൽകുന്നത്. തീർച്ചയായും മറ്റ് ഘടകകക്ഷികളുടെ എല്ലാം, കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഒരു സർക്കാർ രൂപീകരിക്കണമെങ്കിൽ, UPA രൂപീകരിക്കണമെങ്കിൽ തന്നെ ഈ മുഴുവൻ സഖ്യകക്ഷികളുടെയും പിന്തുണ വേണം. അതിലൊരു വലിയ വിഭാഗം സഖ്യകക്ഷികളാണ് ഇവിടെ വന്ന് മത്സരിക്കരുത് എന്ന് കൃത്യമായി ആവശ്യപ്പെടുന്നത്. അതിൻ്റെ വിവരങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ വയനാടിൻ്റെ സാധ്യത താരതമ്യേന വല്ലാതെ കുറഞ്ഞിരിക്കുകയാണല്ലേ? ഒരു പക്ഷേ ഹർഷൻ, കേരളത്തിലെ കോൺഗ്രസ് അകപ്പെട്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് പറയാം. കാരണം മുല്ലപ്പള്ളിയുടെ പ്രസ്താവന അതിൻ്റെ സൂചനയാണ്. ഡൽഹിയിൽ ചില കക്ഷികൾ, ചില പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ നാടകം കളിക്കുന്നു. ഒരു പക്ഷേ ഈ പറഞ്ഞ ഘടകകക്ഷികളൊക്കെ ആയിരിക്കാം UPAയുടെ ഭാഗമായി നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭിന്ന മേഖലയിൽ നിൽക്കുന്നവരെ പറ്റി ആയിരിക്കാം മുല്ലപ്പള്ളി പറഞ്ഞത്. CPM കാണും, CPI കാണും, NCP കാണും. ഇന്ന് ശരത് പവാറിൻ്റെ നീക്കങ്ങളെപ്പറ്റി തോമസ് ചാണ്ടി പറഞ്ഞിട്ടുണ്ട്. ശരത് പവാർ അദ്ദേഹത്തോട് വയനാട്ടിൽ നിൽക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ആണ് എനിക്ക് തോന്നുന്നത് വലിയ പ്രതിസന്ധിയിലേക്ക്. ഒരു സംശയം വേണ്ട. കാരണം ഒരു സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക്, മുതിർന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടി ചെന്ന് നിൽക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് അദ്ദേഹം അറിയാതെ തന്നെ വിളിച്ചു പറയുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നത്തെ മാധ്യമങ്ങളുടെ പ്രതികരണം. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല പോലുള്ള മറ്റു നേതാക്കൾ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനേ തയ്യാറാകുന്നില്ല. DCC, മലപ്പുറം DCC ആണെങ്കിലും വയനാട് DCC ആണെങ്കിലും ഒക്കെ അവർ വലിയ പ്രതിസന്ധിയില്ല. നമ്മളുടെ പ്രതിനിധികൾ പറയുന്നത് ഈ DCC ഓഫീസുകളിൽ വയനാട്ടിലൊന്നും ആളില്ല രാവിലെ ചെല്ലുമ്പോഴെന്നാണ്. കാരണം അത്രത്തോളം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി അവിടുത്തെ. മൂന്നാമത്തെ റൗണ്ടിലേക്ക് സുനീറിന്റെ പ്രചാരണ പരിപാടികൾ കിടന്നിരിക്കുന്നു. അതായത് എന്തു വന്നാലും അവിടെ ഏത് UDF സ്ഥാനാർത്ഥി മത്സരിച്ചാലും ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു മണ്ഡലത്തിൽ അവിടുത്തെ UDF കൺവീനർ തന്നെ പറയുകയാണ് ഇത് പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. കാരണം 7-8 ദിവസം പ്രചാരണം മന്ദീഭവിച്ച് നിൽക്കുന്നു. നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട ദിവസം ഇന്നിപ്പോ രണ്ടാമത്തെ ദിവസമായി. കേരളത്തിൽ 10-30 പേര് ഇതിനോടകം നാമനിർദ്ദേശ പത്രിക കൊടുത്തു, മുന്നണി സ്ഥാനാർത്ഥികളടക്കം. പക്ഷേ വയനാട്ടിൽ ഇപ്പോഴും കോൺഗ്രസിന് UDFന് ആളില്ല. ലീഗ് അക്കാര്യത്തിലുള്ള കടുത്ത അതൃപ്തി ഇതിനോടകം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി അത് അങ്ങനെ പറയുന്നില്ലെങ്കിലും പ്രാദേശിക തലത്തിൽ ലീഗിനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. വടകരയിലെ പ്രവർത്തനങ്ങളെ പോലും ബാധിക്കുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന വടകരയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടന്നിട്ടില്ലല്ലോ, ഔദ്യോഗികമായി നടന്നിട്ടില്ല. സവാദിലേക്ക് ഒരിക്കൽ കൂടി. സവാദ്, മറ്റ് ചില സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയാൽ സ്വാഭാവികമായും ഏറ്റവും വലിയ പിന്തുണ, ഏതാണ്ട് 1600 ബൂത്ത് കമ്മിറ്റികളുള്ള മുസ്ലിം ലീഗിൻ്റെ പിന്തുണയായിരിക്കും ഏറ്റവും ശക്തമായിട്ടുള്ളത്. നമുക്കറിയാം വലിയ ആവേശത്തിലാണ് രാഹുൽ ഗാന്ധി ഇവിടേക്ക് വരുന്നു എന്നറിയുമ്പോൾ. ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ വലിയ ആവേശം കാട്ടിയത് മുസ്ലിം ലീഗാണ്. മാത്രമല്ല പരസ്യമായി ജമാഅത്തെ ഇസ്ലാമി ഇത്തവണ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ രാഹുൽ ഗാന്ധി ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിക്കൊണ്ട് മത്സരിക്കുന്നു, അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ മുസ്ലിം ലീഗിനെ ഈ മട്ടിലല്ല വടക്കേ ഇന്ത്യയിലേക്ക് ചിത്രീകരിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതെല്ലാം ഒരുപക്ഷെ രാഹുൽ ഗാന്ധി, പ്രത്യേകിച്ച് ഈ മൃദു ഹിന്ദുത്വ പുതിയ തന്ത്രമായി രാഹുൽ ഗാന്ധി സ്വീകരിക്കുമ്പോൾ ഇത് ആശങ്കപ്പെടുത്തുന്നുണ്ടാവില്ലേ? തീർച്ചയായും ആ തരത്തിലുള്ള ചില ചർച്ചകൾ ഈ സംഘപരിവാർ ഗ്രൂപ്പുകളിലും നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമം തന്നെ ആ തരത്തിലുള്ള ഒരു ചർച്ച നടത്തിക്കഴിഞ്ഞു. അതായത് കേരളത്തിലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോകുന്നു, അവിടെ പലതരത്തിലുള്ള ഫണ്ടമെന്റലിസ്റ്റുകളുടെ ഒരു കേന്ദ്രമാണ് എന്ന തരത്തിൽ മലപ്പുറം ജില്ലയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചില ചർച്ചകൾ ദേശീയ മാധ്യമങ്ങൾ തന്നെ നടത്തുന്നു എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തെക്കുറിച്ചുള്ള ചില
വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ആ വിവര ശേഖരണത്തിൽ ഇതിൻ്റെ ഈ മണ്ഡലത്തിൻ്റെ ഈ ഒരു പൊതു സ്വഭാവം, അതിൻ്റെ ഒരു മൈനോറിറ്റി ഡോമിനൻസ് കൃത്യമായും രാഹുൽ ഗാന്ധിയിൽ അത്തരം വിവരങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൂടി പരിഗണിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഹർഷ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതിൽ രാഹുൽ ഗാന്ധി അവിടെ വന്നിറങ്ങുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രം, അതിൽ ദേശീയ മാധ്യമങ്ങൾ മൊത്തം അത് കവർ ചെയ്യുകയാണ്, രാജ്യം മൊത്തം അത് കാണുകയാണ്. അതിൽ മുസ്ലിം ലീഗിന്റെ പതാകകൾ മുഴുവൻ പാറിക്കളിക്കുന്ന ഒരു ചിത്രം ഉണ്ടാകും. എന്താണ് മുസ്ലിം ലീഗ് എന്നോ അതിന്റെ ഈ പതാകയുടെ ഇത് പാകിസ്ഥാൻ പതാക എന്ന തരത്തിൽ മുമ്പ് തന്നെ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊരു സംഘപരിവാറിന് ഒരു ഹിന്ദുത്വ ധ്രുവീകരണം നോർത്ത് ഇന്ത്യയിൽ ശക്തമാക്കാനുള്ള ഒരു സാഹചര്യമായി മാറുമോ രാഹുൽ ഗാന്ധിയുടെ ഈ സ്ഥാനാർത്ഥിത്വം എന്ന ചില ആശങ്കകളും ഹൈക്കമാൻഡിനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് BJPക്ക് മേൽ ഹിന്ദു വിരുദ്ധത എന്നൊരു ടാഗ് കൃത്യമായി അടിച്ചേൽപ്പിക്കാൻ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം ഉത്തരേന്ത്യയിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലും അമിത്ഷായുടെ നേതൃത്വത്തിലുമൊക്കെ നടക്കുന്നുണ്ട്. അതിനെ മറികടക്കാൻ പരമാവധി ക്ഷേത്ര സന്ദർശനങ്ങളുടെയും താൻ ഒരു ബ്രാഹ്മണനാണ്, താനൊരു ശിവഭക്തനാണ് തുടങ്ങിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഹിന്ദു ഐഡന്റിറ്റി മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ഒരു ഹിന്ദുത്വ വിരുദ്ധ മുഖം മാറ്റാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മാത്രമല്ല ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും ഉത്തർപ്രദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് വിജയൻ, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ഇത് ആലോചിച്ചിരുന്നേ ഇല്ല എന്ന് വേണം കരുതാം, അല്ലേ? ഇത് ആലോചിക്കാതെ ഈ തീരുമാനമെടുത്ത കേരള നേതാക്കളെ ആയിരിക്കാം ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇതിൽ കുറ്റപ്പെടുത്തുക, അല്ലെ പഴിക്കുക. ഈ ഘട്ടത്തിൽ പരസ്യപ്പെടുത്തി ഉമ്മൻചാണ്ടി മാധ്യമപ്രവർത്തകരൊന്നും ചോദിക്കാതെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ താല്പര്യത്തെ പറ്റിയും സിദ്ദിഖിനോട് മാറി നിൽക്കാൻ പറഞ്ഞതിനെ പറ്റിയും ഒക്കെ പറയുന്നത്. പിന്നെ സിദ്ദിഖ് മാറി നിൽക്കുന്ന കാര്യം പ്രഖ്യാപിക്കുന്നു, രമേശ് ചെന്നിത്തല അത് ഏറ്റുപിടിക്കുന്നു, മുല്ലപ്പള്ളി അത് പറയുന്നു, മറ്റു നേതാക്കളൊക്കെ അത് ഏറ്റുപിടിക്കുന്നു, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്നു. കേരളത്തിൽ ഇതങ്ങ് ആരോടും ചോദിക്കാതെ ഹൈക്കമാൻഡിന്റെ ഒരാലോചനയും ഇല്ലാതെ ഇത് പരസ്യപ്പെടുത്തി എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും ഒക്കെയായി പുറത്തു വന്ന വാർത്തകളിൽ ചിലത് വയനാട് തന്നെ വേണ്ട, കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിലെങ്കിലും മത്സരിക്കണം എന്ന നിലയിലേക്ക് കേരളത്തിലെ നേതാക്കൾ ഈ ചർച്ചയെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷേ അത് ഈ ചർച്ച ഈ ഗതിക്ക് പോകുന്നു. അതായത് വയനാട് പോലെ ഈ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സജീവമായ ഒരു സാന്നിധ്യമുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കാതെ മറ്റേതെങ്കിലും മണ്ഡലത്തിലെങ്കിലും മത്സരിച്ച് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കണമെന്ന മട്ടിലായിരിക്കില്ലേ അങ്ങനെയാണെങ്കിൽ ആ ചർച്ചയെ ഫ്രെയിം ചെയ്തിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി അതിനപ്പുറത്തേക്ക് കടന്ന് രാഹുൽ വരില്ലെന്ന് ഉറപ്പിച്ച് മട്ടിലാണ് ഇന്നലെ സംസാരിച്ചത്. രാഹുൽ മത്സരിക്കുമെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല, KPCCയുടെ ഒരു ആഗ്രഹം പറയുക മാത്രമാണ് ചെയ്തത് എന്ന നിലയിലേക്ക് ഉമ്മൻചാണ്ടി ആ വിഷയത്തെ ചുരുക്കിക്കൊണ്ടുവരികയും ചെയ്തു. അതാണ് എന്തായാലും സവാദ് ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകാം. പത്തനംതിട്ട മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് PC ജോർജ് MLA. മുന്നണി പ്രവേശനത്തിനായുള്ള ചർച്ചകൾ പുരോഗമിക്കവെയാണ് വോട്ട് തേടി വീട്ടിലെത്തിയ K സുരേന്ദ്രന് PC ജോർജ് പൂർണ്ണ പിന്തുണ നൽകിയത്. മറ്റു മണ്ഡലങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ 2 ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് PC ജോർജ് വ്യക്തമാക്കി. ജനപക്ഷം പാർട്ടി NDAയിലേക്ക് കടന്നുകൂടാൻ ചർച്ചകൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് പിന്തുണ തേടി K സുരേന്ദ്രൻ PC ജോർജിന്റെ വീട്ടിലെത്തിയത്. 20 മിനിറ്റ് അടച്ചിട്ട മുറിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തു വന്ന PC ജോർജ് K സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിച്ചു. വിശ്വാസികൾക്കായി ജയിൽ ശിക്ഷ അനുഭവിച്ച K സുരേന്ദ്രൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് PC ജോർജ് പറഞ്ഞു. വിശ്വാസികളുടെ സംരക്ഷണത്തിന് വേണ്ടി ജയിൽ ശിക്ഷ പോലും ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥി വിജയിക്കണം എന്ന് ഈശ്വരവിശ്വാസി എന്നതിൽ എനിക്ക് നിർബന്ധമുണ്ട്. ഇത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ സ്ഥാനാർത്ഥി വിജയിക്കും, യാതൊരു തർക്കവും ആർക്കും വേണ്ട. എല്ലാ പിന്തുണയും കൊടുക്കും, യാതൊരു സംശയമില്ല. മുന്നണി പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾ ഉടൻ പൂർത്തിയാകുമെന്നും മറ്റ് മണ്ഡലങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ള കാര്യം 2 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്നും PC ജോർജ് പറഞ്ഞു. ഇപ്പോൾ പത്തനംതിട്ട പരിപൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യണം, ചുമ്മാ കയറി അങ്ങനെ പിന്തുണ ചെയ്യില്ല. വെയിറ്റ് ഫോർ 2 days, that's all. PCയുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ട് തേടിയാണ് വീട്ടിലെത്തിയതെന്നും ജോർജിന്റെ NDA പ്രവേശനം സംബന്ധിച്ച പാർട്ടി നിലപാട് പ്രഖ്യാപിക്കുമെന്നും K സുരേന്ദ്രൻ പ്രതികരിച്ചു. ശ്രീ PC ജോർജ് ഇവിടുത്തെ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ കടമ എന്നുള്ള നിലയിലാണ്. അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വ ആൾക്കാരാണ്, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ്. കോട്ടയം ജില്ലയിലെ BJP നേതാക്കൾക്കൊപ്പമാണ് K സുരേന്ദ്രൻ PC ജോർജിന്റെ വീട്ടിലെത്തിയത്. 24 കോട്ടയം.
കോട്ടയത്ത് നിന്ന് ദിൽജിത്ത് ചേരുകയാണ്. ദിൽജിത്ത്, ഇത് കേവലം ഒരു സ്ഥാനാർത്ഥിക്കുള്ള പിന്തുണ തേടിയുള്ള യാത്ര എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ സ്വന്തം വോട്ട് തേടിയുള്ള കെ സുരേന്ദ്രൻ്റെ ഒരു യാത്ര എന്നതിനപ്പുറത്തേക്ക് ഇത് മുന്നണിയിലേക്കുള്ള PC ജോർജിൻ്റെ യാത്ര എന്നുകൂടി തന്നെ വേണ്ട വിലയിരുത്താൻ. അങ്ങനെ കൃത്യമായി ഇവർ പറഞ്ഞിട്ടില്ലെങ്കിലും അതിലേക്ക് തന്നെയല്ല ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. തീർച്ചയായും ഹർഷൻ, കഴിഞ്ഞ ദിവസം നമുക്ക് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കടുത്ത് തന്നെ PC ജോർജ് അടിക്കടി നിലപാട് മാറ്റി രംഗത്ത് വന്നിരുന്നു. തവണ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും പിന്നീട് പിൻവലിക്കുകയും വീണ്ടും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും അടക്കം ചെയ്തിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസുമായി അടുക്കാനുള്ള ഒരു ശ്രമം ഇതിന് ഇടയ്ക്ക് നടന്നിരുന്നു. കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്ന 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു കത്ത് കോൺഗ്രസിന് നൽകിയിരുന്നു. എന്നാൽ ഈ ഒരു കത്തിന് അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടായില്ല. അതിനെ തുടർന്ന് ഇവരോടുള്ള പ്രതിഷേധ സൂചകമായി 20 സീറ്റിലേക്ക് മത്സരിക്കുമെന്ന് അറിയിച്ചുകൊണ്ടാണ് PC ജോർജ് വാർത്താ സമ്മേളനം വിളിച്ചത്. തൊട്ടു പിന്നാലെ ഇത്തരത്തിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും വാർത്താ സമ്മേളനം വിളിക്കുകയും താൻ മുമ്പ് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത് ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും അടക്കമുള്ള നേതാക്കൾ തന്നോട് അഭ്യർത്ഥിച്ചത് പ്രകാരമാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത്. അതിനുശേഷം ഇത്തരത്തിലുള്ള യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല, തന്നെ അവഹേളിക്കുകയാണ് ഉണ്ടായത്, തന്നെ ചതിക്കുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചു. പത്തനംതിട്ടയിൽ PC ജോർജ് നേരിട്ട് മത്സരിക്കുകയും കോട്ടയത്തും ഇടുക്കിയിലും സ്ഥാനങ്ങൾ നിർത്തുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പിന്നീട് NDAയുമായി ഇത്തരത്തിൽ വീണ്ടും ചർച്ചകൾ ആരംഭിച്ചു. കോൺഗ്രസുമായുള്ള അല്ലെങ്കിൽ UDFിലേക്ക് തിരികെ പോകാനുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞതോടുകൂടി NDAയിലേക്ക് പോവുക എന്നത് മാത്രമാണ് PC ജോർജിന് മുന്നിൽ അവശേഷിക്കുന്ന ഒരു മാർഗം. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ NDAയുമായുള്ള ചർച്ചകൾ ഒരുപക്ഷെ ഈ പത്തനംതിട്ടയിലേക്ക് കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ അവിടുത്തെ മത്സരം മുറുകുന്നു, അവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നുകൂടി PC ജോർജ് തിരിച്ചറിയുന്നുണ്ടല്ലോ. ആ ഒരു രാഷ്ട്രീയ ബോധ്യം കൂടിയാവാം ഒരുപക്ഷെ, ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം കൂടിയാവില്ലേ ഒരുപക്ഷെ PC ജോർജിനെ ഇങ്ങനെ ഒരു പിന്തുണ നൽകാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? തീർച്ചയായും അത് തന്നെയാണ്. ഒറ്റയ്ക്ക് നിന്നാൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ല എന്നൊരു തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ച് ഈ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി NDAയ്ക്ക് പത്തനംതിട്ടയിൽ ഉണ്ടാകുന്നു. ഈ PC ജോർജ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് പ്രത്യേകിച്ച് കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് PC ജോർജ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രംഗത്തേക്ക് വരുന്നത്. ആന്റോ ആന്റണിക്ക് കിട്ടേണ്ട വോട്ടുകൾ പിടിച്ചെടുക്കുക, ആന്റോ ആന്റണിയെ പരാജയപ്പെടുത്തുക, വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു PC ജോർജിന് ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ NDA സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രൻ എത്തുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം കൂടി ഈ NDAയുമായി ചർച്ചകൾ നടക്കുന്നു. വിജയൻ, എന്തായാലും ഇത് ശക്തമായ മത്സരത്തിലേക്ക് പത്തനംതിട്ട മണ്ഡലം പോയിരിക്കുന്നു. സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം, പിന്നെ സുരേന്ദ്രൻ ഈ ശബരിമല വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്, ഇതൊക്കെ സജീവമായി ചർച്ച ചെയ്യപ്പെടും എന്ന് ആ മണ്ഡലത്തിന്റെ ഒരു പൊതു സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് തന്നെയാണ് PC ജോർജ് ആലോചിക്കുന്നത്. PC ജോർജിന് ഇപ്പോൾ പ്രത്യേകിച്ച് എവിടെയും കയറി പറ്റാവുന്ന ഒരു സ്ഥിതിവിശേഷമില്ല. ഏറ്റവും മികച്ച ഒരവസരം, ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിലാണ് അദ്ദേഹം. ആ മണ്ഡലത്തിലെ ഒരു MLA കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച അവസരം അദ്ദേഹം പ്രയോജനപ്പെടുത്തുന്നു എന്ന് വേണമെങ്കിൽ കരുതാമല്ലേ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ PC ജോർജിന് 63,000-ൽ പരം വോട്ട് അദ്ദേഹത്തിന് തനിയെ നേടാൻ കഴിഞ്ഞു, ആരുടെയും പിന്തുണയില്ലാതെ. അതിൽ കുറേ UDF വോട്ടുകളും ചില LDF അനുഭാവ വോട്ടുകളുമൊക്കെ ഉണ്ട്, BJP അനുഭാവ വോട്ടുകളും ഉണ്ടാകാം. പക്ഷേ അതൊരു PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു വോട്ട് ബാങ്ക് എന്ന നിലയിലാണ് അദ്ദേഹം അതിനെ പുറത്ത് അവതരിപ്പിക്കുന്നത്. അതിൽ ആ വോട്ടുകളെ മുഴുവനായി BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഒരുപക്ഷെ BJP നേതൃത്വത്തിൻ്റെ മുൻപാകെ PC ജോർജ് ഈ സമയത്ത് പറഞ്ഞിട്ടുണ്ടാകാം. എനിക്ക് തോന്നുന്നു BJPയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്നും ചില ഉറപ്പുകൾ കൂടി കിട്ടാൻ വേണ്ടിയാണ് ജോർജ് വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പക്ഷേ ഈ പറഞ്ഞ ഈ 63,000 വോട്ട് എന്നത് യഥാർത്ഥത്തിൽ നമുക്കറിയാമല്ലോ, അവിടുത്തെ മുസ്ലിം ജനസാമാന്യമാണ് വലിയ പിന്തുണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PC ജോർജിന് നൽകിയത്. അതുപോലെ DHRM അടക്കമുള്ള ദളിത് സംഘടനകളുടെ പിന്തുണ, ഇവർക്ക് സജീവമായ കാര്യമായ സാന്നിധ്യമുള്ള ഒരു മേഖല കൂടിയാണത്. ആ വോട്ട് NDAയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമോ എന്നത് കണ്ടറിയണം. പക്ഷേ ഈ പറഞ്ഞ 63,000 വന്നില്ലെങ്കിലും PC ജോർജിന് കൊണ്ടുവരാവുന്ന കുറേ വോട്ടുകളുണ്ട്, വ്യക്തിപരമായി അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിയുന്ന കുറേ വോട്ടുകളുണ്ട്. അതൊരു വസ്തുതയുമാണ്. അതെങ്കിലും ഇപ്പോഴത്തെ നിർണായക ഘട്ടത്തിൽ സുരേന്ദ്രന് അനുകൂലമായാൽ അത് കുറെ കൂടി സുരേന്ദ്രൻ്റെ നില ശക്തമാക്കും. ആ നിലയിൽ തിരുവനന്തപുരം പോലെ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ഉണ്ടായി എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാകുമെന്നൊക്കെ ഉള്ളത് തന്നെയാണ് ഇന്ത്യയുടെ കണക്ക് കൂട്ടൽ. അപ്പോൾ അത് ഒരു ഭാഗത്ത് അത് ആ മട്ടിലുണ്ടാകുമ്പോൾ
ക്രിസ്ത്യൻ വോട്ടുകളിൽ, അതായത് കേരള കോൺഗ്രസിന്റെ സ്വഭാവമുള്ള വോട്ടുകളിൽ ഒരു പങ്ക് കൂടി കിട്ടുന്ന ഒരു സാഹചര്യം അത് എൻ ഡി എ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ചില ക്രൈസ്തവ സഭകളുമായി BJP നേതൃത്വം നടത്തിയ ചർച്ചകൾ BJP പ്രതീക്ഷിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭയുടെ നിലപാടാണ്. അതിൽ ഒരു ഉദാഹരണം, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് PS ശ്രീധരൻപിള്ള യാക്കോബായ സഭയെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയിരുന്നു. യാക്കോബായ സഭ കോടതി വിധി അംഗീകരിക്കാത്തതിനെയൊക്കെ ചൂണ്ടിക്കാട്ടി ഓർത്തഡോക്സ് സഭയെ ഒരു മാന്യമായ ക്രൈസ്തവ സഭ എന്ന നിലയിൽ BJP നേതൃത്വം അംഗീകരിക്കുന്നു എന്ന ധ്വനി ആ പ്രസംഗത്തിലുണ്ടായിരുന്നു. ആ പ്രസംഗത്തെ ഓർത്തഡോക്സ് സഭ സ്വാഗതം ചെയ്യുകയും യാക്കോബായ സഭ അതിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ ഈ ഘട്ടത്തിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്ന വിഷയമാണ്. ഏതാണ്ട് 1 ലക്ഷത്തിൽ 1.5 ലക്ഷത്തോളം അധികം ഓർത്തഡോക്സ് വോട്ടുകൾ അവിടെയുണ്ട്. അതുകൂടി പ്രതീക്ഷിച്ചാണ് വീണ ജോർജിനെ ഇടതുമുന്നണി അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന ഒരു വിമർശനവും അവിടെ നിൽക്കുന്നുണ്ട്. അതൊക്കെ BJP, അതിലൊക്കെ കുറെ വോട്ടുകൾ BJP കണ്ണുവയ്ക്കുന്നു. തീർച്ചയായും. അത് മാത്രമല്ല, ഈ കാലങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു ശത്രുത ആന്റണിയും PC ജോർജും തമ്മിലുണ്ട്. അത് നമുക്കെല്ലാം അറിയാമല്ലോ. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചില ഘട്ടങ്ങളിലൊക്കെ ഇണങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി ഇവർക്കിടയിൽ ഒരു ശത്രുത നിലനിൽക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് അപമാനിച്ചു എന്ന ബോധ്യത്തിൽ PC ജോർജ് നിൽക്കുന്ന ഘട്ടത്തിൽ ആന്റണി ഒരു മത്സര രംഗത്തേക്ക് വരുമ്പോൾ തീർച്ചയായും ആന്റണിക്കെതിരായ ശക്തമായ നിലപാട് ഇനി സ്വീകരിക്കാൻ PC ജോർജ് തയ്യാറാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് എനിക്കൊന്നും ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്കാൾ ത്രികോണ മത്സരം എന്ന ഒറ്റയടിക്ക് പറയാൻ കഴിയുന്ന ഒരു മണ്ഡലമായി പത്തനംതിട്ട മാറിയിട്ടുണ്ട്. അതെ, തീർച്ചയായും കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി തിരുവനന്തപുരത്തേക്കാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. അത്രത്തോളം കടുത്ത മത്സരം നടക്കുന്നുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം മറ്റേത് മണ്ഡലം പോകുന്നത് പോലെ അല്ല, അല്ലെങ്കിൽ ഏതൊരു മണ്ഡലത്തിലെ പരാജയം പോലെ ആയിരിക്കില്ല പത്തനംതിട്ടയിൽ. ശബരിമലയുടെ റഫറൻഡം എന്ന ഒരു വിലയിരുത്തൽ അവിടെ ഉള്ളതുകൊണ്ട് അതിന് അവിടുത്തെ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ ബുദ്ധിമുട്ടില്ല. ഒരു മുന്നണിയിലേക്കുള്ള യാത്ര എന്ന മട്ടിൽ PC ജോർജിന് അവിടെ ഇപ്പോൾ NDAയിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാനും കഴിയും അങ്ങനെ നോക്കിയാൽ. കാരണം ഇടയ്ക്ക് PC ജോർജ് ഇത് ആലോചിച്ചതാണ്, രാജഗോപാലിനൊപ്പം നിയമസഭയ്ക്കുള്ളിൽ സീറ്റ് ചോദിച്ചാവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ പിന്നീട് പിന്നോട്ട് പോവുകയായിരുന്നു PC ജോർജ്. ഉറച്ചൊരു നിലപാടെടുക്കാൻ എന്താണ് തനിക്ക് ചേരുക എന്ന് PC ജോർജ് ആത്യന്തികമായി ആ മണ്ഡലത്തിൽ ക്രൈസിസിലാണ്. അപ്പോൾ എന്താണ് തനിക്ക് പറ്റിയത് എന്ന തീരുമാനമെടുക്കാൻ വല്ലാതെ ഉഴറി നിൽക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് NDA കൃത്യമായി, ഇത് PC ജോർജിൻ്റെ മാത്രം തീരുമാനമായിരിക്കില്ല, കൃത്യമായി സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് NDA നേതൃത്വത്തിൻ്റെ BJP നേതൃത്വത്തിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാവും. കോൺഗ്രസ് അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്തില്ല എന്നൊരു വലിയ പരാതിയുണ്ട്. നമുക്കറിയാം, ഈ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് നിയമസഭയിൽ രാജഗോപാലിൻ്റെ അടുത്തിരുന്ന് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ കാണുന്നത് സോണിയാഗാന്ധിയെ കാണാൻ ഡൽഹിയിൽ കാത്തു നിൽക്കുന്ന PC ജോർജിന്റെ ദൃശ്യങ്ങളാണ്. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസരമാണ്. ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകണം. BJP-യെ സംബന്ധിച്ചിടത്തോളം PC ജോർജിനെ ഈ ഘട്ടത്തിൽ BJP-ക്ക് അവിടെ പ്രയോജനമുണ്ട്. ജോർജിനെ കൊണ്ട് രണ്ട് കൂട്ടർക്കും പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു പക്ഷേ ഇതൊരു അവസരമായി ജോർജും BJP-യും കണ്ടേക്കാം. തീർച്ചയായും. പക്ഷേ ഈ അവസാന നിമിഷത്തിലുള്ള ഇടപെടൽ അത് ഈ PC ജോർജിൻ്റെ കാര്യത്തിൽ എല്ലാ ഘട്ടത്തിലും സംഭവിക്കുന്നതാണ്. മുമ്പ് ആന്റണി മത്സരിക്കുന്ന ഘട്ടത്തിലും ഈ സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവസാന നിമിഷം ആന്റണിയുമായി കെട്ടിപ്പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ അവസാന ഘട്ടത്തിലെ ഈ മറ്റേതെങ്കിലുമുള്ള ഇടപെടലിന് ഇനി BJP പഴുതു നൽകാൻ സാധ്യതയുണ്ടോ? PC ജോർജ് ആണ് അപ്പുറത്ത് എന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രാഷ്ട്രീയ പ്രവചനം ഈ ഘട്ടത്തിൽ അസാധ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജഗോപാലിനൊപ്പം ഇരിക്കുകയും 2 ദിവസം കഴിഞ്ഞ് സോണിയാഗാന്ധിയെ കാണാൻ കത്ത് നൽകിയ ശേഷം അവിടെ ഡൽഹിയിൽ എത്തുകയും ചെയ്യുന്ന ജോർജിനെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ പ്രവചനങ്ങൾക്ക് ജോർജിന്റെ എന്തൊക്കെ പറഞ്ഞാലും PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തനിച്ച് നിന്ന് മത്സരിച്ച് അവിടെ ജയിച്ച് കഴിവ് തെളിയിച്ച ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം ക്രൈസിസിലുമാണ്. പക്ഷേ അദ്ദേഹത്തിന് നന്നായി ഗാമ്പിൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതല്ലല്ലോ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് പരിഗണിക്കാനാവുക PC ജോർജിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് കൃത്യമായി ഈ സാധ്യത പരിശോധിക്കാൻ കഴിയും. ഈ സാധ്യത കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ PC ജോർജിന് ഒരു ലിറ്റ്മസ് ടെസ്റ്റ് സാധ്യമാകുന്ന മത്സരമാണ് പത്തനംതിട്ടയിൽ. ശബരിമല വിഷയത്തിൽ സംഘപരിവാറിന്റെ അതേ നിലപാടായിരുന്നു ജോർജിനും. അതാണ് വളരെ കൃത്യമായി ഒപ്പം നിൽക്കുന്ന ഒരു നിലപാട് PC ജോർജ് ആദ്യം മുതൽ അവസാനം അത് പറഞ്ഞ് പരസ്പരം സഹകരിക്കാം ഈ തെരഞ്ഞെടുപ്പിൽ. പൊതുവെ അവിടെ ഉയർന്നു വരുന്ന ഒരു ഹൈന്ദവ വികാരം എന്നതിനപ്പുറത്ത് ശബരിമല മറ്റൊരു തരത്തിലുള്ള വിഷയമാണ്, ഒരു വിശാലമായ പൊതുവിഷയമാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കാൻ BJP-ക്ക് ഗുണമാകും PC ജോർജ് എന്തായാലും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഒരാൾ എപ്പോഴും ഒരു നേതാവ് എന്ന പ്രതീതി അവിടെ ഉണ്ട്. അതാണ്, അത് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ, അത് K സുരേന്ദ്രനൊപ്പം കിട്ടുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. മുമ്പും K സുരേന്ദ്രനുമായി PC ജോർജിന് വളരെ സൗഹൃദമാണ് താനും, വലിയ അടുപ്പമാണ് താനും. എന്തായാലും അത് എങ്ങനെയായിരിക്കും ഈ PC ജോർജിൻ്റെ BJP-യുമായുള്ള സൗഹൃദം, K സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിലപാട് ഒക്കെ ഇനി എന്ത് ചലനമാണ് ആ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. ഇലക്ഷൻ ഗേറ്റ് ഇവിടെ
പൂർണ്ണമാവുന്നു. അല്പസമയത്തിനകം എൻകൗണ്ടറുമായി അരുണെത്തും. You are watching 24 from News Headquarters, Kochi.